വീണ തൈക്കണ്ടിയുടെ പിന്നാലെ ഒരു നിഴല് പോലെയുണ്ട് ഇ ഡി. കഴിഞ്ഞ ദിവസം പിണറായിലെ ഒരു വീണയുടെ പേരിൽ ഒരു ഭൂമി 80 സെൻറ്റോളം ഭൂമി ഇ ഡി വന്ന് ഇൻസ്പെക്ട് ചെയ്ത് പോയിരുന്നു. 2 വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഈ ഒരു ഡോക്യുമെൻറ്റുകളും കാര്യങ്ങളും എല്ലാം സന്ദർശിച്ചിട്ടാണ് മടങ്ങിയത്. വീണ കൈപ്പറ്റിയ ഈ ഒരു 2 കോടിയോളം രൂപ ഇങ്ങനെ ഭൂമിയിലായിരിക്കുമോ ഇതുപോലെ നിക്ഷേപിച്ച് കാണുക? ഭൂമിയിൽ ഇപ്പൊ ഇ ഡിയെ സംബന്ധിച്ച് 2,78,00,000 രൂപയുടെ തട്ടിപ്പ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു എമൗണ്ട് ആണ് അവരെ സംബന്ധിച്ച്. അപ്പോൾ ആ പണം കൊണ്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും അത് ഫ്രീസ് ചെയ്യുക, അതാണ് ഇ ഡിയുടെ ഈ പരിശോധനകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. അത് സ്ഥലമാണെങ്കിൽ അങ്ങനെ, ഇപ്പോൾ പണമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് വീണ തൈക്കണ്ടിയുടെ എല്ലാ അക്കൗണ്ടുകളും പരിശോധിക്കുമ്പോൾ ഇത്രത്തോളം എമൗണ്ട് എവിടെയും കാണുന്നില്ല. അപ്പോൾ ആ പണമായിട്ടല്ല നിക്ഷേപിച്ചിട്ടുള്ളത്. ഇനിയുള്ള സാധ്യത എന്ന് പറയുന്നത് മറ്റെന്തെങ്കിലും രീതിയിൽ ഭൂമിയായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതികളിലോ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്കറിയാം, ഈ കള്ളത്തരം കാണിക്കുന്ന ആൾക്കാർ സ്വന്തം പേരിലല്ലല്ലോ ഓരോന്ന് വാങ്ങിയിടുന്നത്, അതിൻ്റെ ബിനാമികളുണ്ട്. അപ്പോൾ ബിനാമികളുടെ പേരിൽ വല്ലതും എഴുതിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സമഗ്രമായ പരിശോധനയാണ് നടക്കുന്നത്. ഈവൻ പിണറായി വിജയന്റെ സ്വത്തുക്കളും പരിശോധിക്കുന്നുണ്ട്. അതായത് അടുത്ത കാലങ്ങളിൽ ആർജിച്ച സ്വത്ത്, അത് എങ്ങനെ വാങ്ങാനുള്ള പണത്തിന്റെ ഉറവിടം എന്താണ് തുടങ്ങിയ പരിശോധനകൾ നടത്തുകയാണ്. ഇപ്പോൾ ഇ ഡി 2 തവണ വീണ തൈക്കണ്ടിയെ ചോദ്യം ചെയ്തിട്ടും അന്വേഷണം എങ്ങും എത്തുന്ന സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. കേസെങ്ങും എത്തുന്നില്ല. എന്താണ് ചെയ്തത്, ഈ പണം എന്ത് ചെയ്തു എന്നുള്ളതിനെ പറ്റിയൊന്നും ഒരു ഗ്രാഹ്യമില്ല. ഇപ്പോൾ ആദ്യം പറയുന്നത് വീണ തൈക്കണ്ടി ഈ സ്ഥാപനം തുടങ്ങിയത് അമ്മയുടെ പെൻഷൻ കാശ് വെച്ചാണ്, അമ്മയ്ക്ക് പെൻഷനായപ്പോൾ കിട്ടിയ പണം കൊണ്ടാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ സ്ഥാപനം തുടങ്ങാനുണ്ടായ ചിലവ് അത് എവിടെ നിന്ന് കിട്ടി, ഇപ്പോൾ മുടക്കുമുതൽ എത്രയാണ്, എന്തൊക്കെ അതുകൊണ്ട് ചെയ്യുന്നു, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ചു വരികയാണ്. വൈകാതെ തന്നെ ഇതിനൊരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. കാരണം ഈ ഗതി പോവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ രേഖകളൊക്കെ ഇപ്പോൾ റെയ്ഡ് വരുമ്പോൾ ഇത്രയും കാലതാമസം ഉണ്ടായി. ഈ കേസ് പുറത്തു വന്ന് കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഇ ഡി ഇത്രയും വീടുകളിൽ പരിശോധന നടത്തുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ഡോക്യുമെന്റ്സ് മാറ്റാനുള്ള സമയമൊക്കെ ആർക്കാണെങ്കിലും കിട്ടിയിട്ടുണ്ടാവുമല്ലോ. എന്നാൽ ഈ പണം കൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറച്ചു വെക്കാൻ സാധിക്കില്ല. ഇപ്പൊ വില്ലേജ് ഓഫീസിൽ പോയി ഈ വ്യക്തിയുടെ പേരിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പരിശോധിച്ചാൽ കൃത്യമായിട്ട് കിട്ടും. നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഡേറ്റ എല്ലാം കുറേയൊക്കെ ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഡിജിറ്റൽ ഡേറ്റ സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇത് പരിശോധിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ പോലും ഇ ഡിയുടെ സമഗ്ര പരിശോധന നടക്കുന്നത് കൊണ്ട് തന്നെ വീണക്കിനി കുരുക്ക് മുറുകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഈ വീണയുടെ പേരിലുള്ള ഈ ഇ ഡി അന്വേഷണത്തിൽ ഒരു തുമ്പും ലഭിക്കാത്ത ഈ ഒരു സാഹചര്യത്തിൽ ചിലർക്കൊരു നെടുവീർപ്പാണ്, അല്ലെങ്കിൽ ഒരു ആശ്വാസമാണ്. ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അല്ലെങ്കിൽ ചില മാധ്യമങ്ങൾ ഇതിന് കൊട്ടിഘോഷിക്കുകയാണ്. അതിൽ ഇ ഡിയുടെ അന്വേഷണം വഴിമുട്ടുന്നു, ഈ വീണയായിരുന്നു ശരി അല്ലെങ്കിൽ പിണറായി വിജയനായിരുന്നു ശരി എന്ന രീതിയിലുള്ള ഒരു ക്യാമ്പയിനാണ് ഇപ്പോൾ പൊതുവെ നടന്നു വരുന്നത്. ശരിക്കും ഇ ഡിയെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ പിണറായി വിജയനെയും മകളെയും വേട്ടയാടി എന്ന രീതിയിലുള്ള അന്ന് ആ ഒരു റെയ്ഡ് നടന്നില്ലേ, ആ ഒരു സമയത്തുള്ള ക്യാമ്പയിൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്രം ഈ പറഞ്ഞ മുൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന പിണറായി വിജയനെ വേട്ടയാടുന്നു എന്നുള്ളൊരു നറേറ്റീവ് ഒരുവിധം എല്ലാവർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം പലതവണ BJP നേതാക്കളെയും കേന്ദ്രമന്ത്രിമാരെയും സ്വകാര്യ വസതികളിൽ പോയി സന്ദർശിച്ച വ്യക്തിയുടെ പേര് കൂടിയാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പേഴ്സണൽ മീറ്റിങ്ങുകൾ നടത്തിയത്, അതിൽ നിന്ന് എന്ത് നേട്ടമാണ് ലഭിച്ചത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്കുണ്ടാകും. അപ്പോൾ ഇത്രയ്ക്ക് ഇപ്പോൾ പൊളിറ്റിക്കൽ റൈവൽറി ആയിരിക്കുന്ന, പൊളിറ്റിക്കലി ശത്രുക്കളായി നിലകൊള്ളുന്ന 2 പേർ, ഇപ്പോൾ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തികളാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും, ഇത്രയും പൊളിറ്റിക്കൽ റൈവൽറി ഉള്ളവർ സ്വകാര്യ സന്ദർശനങ്ങൾ നടത്തുമോ? ഇപ്പോൾ പറയുന്ന പോലെ വി ഡി സതീശൻ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നു, അത് എല്ലാവരും അറിഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ പോകുന്നു. അപ്പോൾ ഇപ്പൊ നമുക്കറിയാം, വി ഡി സതീശനും നരേന്ദ്രമോദിയും തമ്മിൽ വേറെ പേഴ്സണലി ഉള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കേസുപരമായ പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല. അപ്പോൾ സാധാരണഗതിയിൽ പൊളിറ്റിക്കലി പ്രശ്നമുള്ള 2 പേർ അല്ലെങ്കിൽ ആശയപരമായി പ്രശ്നമുള്ള 2 പേർ തമ്മിൽ പേഴ്സണലി മീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു അപാകത നമുക്ക് തോന്നില്ലേ? ആ അപാകതയെ പറ്റിയാണ് മാധ്യമങ്ങളും പൊതുജനവും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ ഇവിടെ കേരളത്തിലാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ പൊക്കിപ്പിടിച്ച് കേന്ദ്രത്തിൽ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന പിണറായി വിജയന്റെ നറേറ്റീവുകൾ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കുറേ കള്ളങ്ങൾ പറയുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആൻഡ് ഒരു ഈസിഗോ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ, ഒന്നും കിട്ടില്ല. 2,78,00,000 രൂപ കമ്പനിക്ക് കൊടുത്തത് സേവനം ചെയ്തിട്ട് തന്നെയാണ് എന്ന് പറയുമ്പോൾ അത് ഗൂഗിൾ ഷീറ്റിനും എക്സലിനും ടാലിക്കും വേണ്ടിയൊക്കെയാണ് എന്ന് പറയുമ്പോഴാണ് അവിടെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു മറുപടി ഉണ്ടായാൽ പ്രശ്നമില്ല. ഇത് ഞങ്ങൾക്കൊരു വിഷയമേ അല്ല, ഇതൊരു പ്രശ്നമേ അല്ല. 2,78,00,000 രൂപ കരിമണൽ ഖനന കമ്പനി ഒരു കമ്പനിക്ക് കൊടുക്കുന്നത്, ഒരു സ്വകാര്യ കമ്പനിക്ക് കൊടുക്കുന്നത് ഒരു നോർമൽ കാര്യമായിട്ടാണ് മുൻ മുഖ്യമന്ത്രി കാണുന്നതെങ്കിൽ ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് ശ്രമിക്കുന്നത് എന്നാണ് ചോദിക്കാനുള്ളത്. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ വീണ തൈക്കണ്ടി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്താൽ തീരാവുന്ന പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നതിന് പകരം ഇത് നോർമലൈസ് ചെയ്യുകയാണ്. 2 കോടി, ഇപ്പോൾ 3 കോടി രൂപ ഒരു കമ്പനിക്ക് വെറുതെ ഒരു സ്ഥാപനം കൊടുക്കുന്നു എന്നങ്ങ് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ടത് രാഹുൽ ഗാന്ധി വേട്ടയാടാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു, കേന്ദ്രം വേട്ടയാടാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ BJPയുടെ നയങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ട് പിണറായി വിജയനെ കേന്ദ്രം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള നറേറ്റീവൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പടച്ചുവിടുന്നതെന്ന് അറിയില്ല. അത് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു വീണ തൈക്കണ്ടിയുടെ ഭർത്താവ് റിയാസിലേക്കും അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിലേക്കും അന്വേഷണം നീണ്ടിരുന്നു. ഈ ഒരു തുക ഒളിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ റിയാസിന്റെ ഒരു സഹായവും ഈ ഒരു വീണയ്ക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടും ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ തൈക്കണ്ടിയെ സഹായിച്ചതുപോലെ തന്നെ മുഹമ്മദ് റിയാസിനും ഈ പറഞ്ഞ ഒന്നുമില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സഹായം എത്തിയില്ലെങ്കിലും മൗന അനുവാദം കൊടുക്കുക എന്ന് പറയില്ലേ. ഇപ്പോൾ ഒരു ക്രൈം, ഇപ്പോൾ മുഖ്യമന്ത്രിയെ പോലെ അല്ലെങ്കിൽ പൊതുമരാമത്ത് മന്ത്രിയെ പോലുള്ള പോസ്റ്റുകളിൽ ഇരിക്കുന്ന വ്യക്തികൾ സംസ്ഥാനത്ത് ഒരു ക്രൈം നടക്കുമ്പോൾ അതിന് മൗനാനുവാദം കൊടുക്കുക എന്ന് പറയുന്നത് പോലും തെറ്റായ കാര്യമാണ്. പിന്നെ ഇതിനെതിരെ കണ്ണടക്കുക. പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നത് കൊണ്ടാണ് മകൾക്ക് ഈ പറഞ്ഞ പ്രിവിലേജുകൾ കിട്ടിയത് എന്നാണ് സംശയപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി തന്നെ പിണറായി വിജയൻ തന്നെ ഇതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കണം. ഞാൻ മുഖ്യമന്ത്രി ആയിരുന്നതുകൊണ്ട് എൻ്റെ മകൾക്ക് ഒരു നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല, ഇന്നാ പിടിക്കുക, എൻ്റെ 2,78,00,000 രൂപയുടെ കണക്ക് നിങ്ങൾ പിടിക്കുക, ഇതൊക്കെയാണ് ആ കുട്ടി എൻ്റെ മകൾ ആ സ്ഥാപനത്തിന് വേണ്ടി ചെയ്തു കൊടുത്തത്, അതല്ലാതെ ഒരു നേട്ടവും അവൾ ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഈ 2,78,00,000 രൂപ കൊണ്ട് എന്തൊക്കെയാണോ ചെലവാക്കിയത് അതിൻ്റെ കണക്കുകൾ ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇട്ടു കൊടുക്കുന്നതായിരുന്നു മാസ്. അല്ലാതെ വന്നിരുന്നിട്ട് രാഹുൽ ഗാന്ധിക്ക് സമാധാനമായല്ലോ, നിങ്ങൾ BJP എന്തിനു ഞങ്ങളെ വേട്ടയാടുന്നു, പിന്നെ കുറെ സഖാക്കളെ ഇറക്കി വലിയ ഡ്രാമ നടത്തുന്നു, ഇതിന്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു ധാർമ്മിക ഉത്തരവാദിത്വത്തിന്റെ പുറത്ത് പിണറായി വിജയൻ ഇതിന് മുന്നിട്ട് നിൽക്കണമായിരുന്നു. ഇപ്പോൾ ആരോപണങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം കേസ് കൃത്യമായ അന്വേഷണം നടക്കണം എന്ന് പറഞ്ഞ് മുന്നിട്ട് നിന്ന പല നേതാക്കളും കൂടെ ഉള്ള നാടാണ് ഈ കേരളം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു നല്ല മാതൃക സെറ്റ് ചെയ്യണമായിരുന്നു. ഇപ്പോഴും ഇങ്ങനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ ഈ പറഞ്ഞത് തന്നെയാണ് പിണറായി വിജയനെ സംശയത്തിൽ, അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകളെയും അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിനെയും ഏറ്റവും കൂടുതൽ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിരിക്കുന്നത്. തൻ്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ അല്ലെങ്കിൽ തൻ്റെ കയ്യിൽ കള്ളത്തിൻ്റെ കലർപ്പില്ലെങ്കിൽ എന്തുകൊണ്ട് ഇവർ ഇത്രയും ഭയക്കണം? അല്ലെങ്കിൽ ഒരു കാര്യം ഇവരോട് ചോദിക്കുമ്പോൾ മറ്റൊരു വശത്തേക്ക് ഈ ഒരു ചോദ്യത്തെ ഡൈവേർട്ട് ചെയ്യണം എന്നുള്ള ചോദ്യം പൊതുജനങ്ങൾ ചോദിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെയുള്ള ഒരു അതൃപ്തി എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് വീണയ്ക്കെതിരെ നടപടി ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കുന്നില്ല എന്നുള്ളത് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ED എടുത്തോ പിടിച്ചോ എന്നുള്ള രീതിയിലുള്ള ഒരു ആക്ഷൻ എടുക്കുമെന്ന് പൊതുജനം വിചാരിക്കുന്നില്ല. അതുകൊണ്ടാണ് എല്ലാവിധ പഴുതുകളും, ഇനി കോടതിയിൽ എത്തുന്ന കേസിന് എല്ലാവിധ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു നീക്കമായിരിക്കും ഇനി EDയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത്.